നമ്മളുടെ മാതാപിതാക്കന്മാർ എങ്ങനെയായിരിക്കും, നമ്മളൊരു കാര്യം നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ പെരുമാറും വിധം വീട്ടിൽ പെരുമാറിക്കഴിഞ്ഞാൽ നമ്മളുടെ മാതാപിതാക്കന്മാർ എങ്ങനെയായിരിക്കും അതിനെ ചിന്തിക്കുക, എന്തായിരിക്കും അവരുടെ പ്രതികരണം, ഇത് നമ്മളുടെ മനസ്സിൽ വെക്കണം. അങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ പെരുമാറുവാനായിട്ട്. കാരണം മുതിർന്ന തലമുറയ്ക്ക് അവരുടേതായ ഒരു അനുഭവ പരിചയമുണ്ട്. അത് ചെറിയ തലമുറയ്ക്ക് അതുണ്ടാവില്ല, ആ അനുഭവം കുറവാണ്. അപ്പോൾ ആ മുതിർന്ന തലമുറയ്ക്കുള്ള അനുഭവം, ആ അനുഭവത്തിൻ്റെ മൂലം അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു ജ്ഞാനമുണ്ട്. ആ ജ്ഞാനം അനുസരിച്ചിട്ടാണ് അവരെല്ലാ കാര്യങ്ങളെയും ജഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മാതാപിതാക്കന്മാർ ചില കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ. അപ്പോൾ നമ്മൾ മാതാപിതാക്കന്മാർക്ക് പക്ഷേ എപ്പോഴും കൂടെ നടന്ന് പറഞ്ഞു തരാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ മറ്റുള്ള മുതിർന്ന ആളുകളുടെയൊക്കെ മുന്നിലായിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, എൻ്റെ മാതാപിതാക്കന്മാർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവരെന്ത് ചിന്തിച്ചേനെ, അവരെന്ത് പറഞ്ഞേനെ, ഞാനിപ്പോൾ ഇങ്ങനെ പെരുമാറുന്നതിനെക്കുറിച്ച് അവരുടെ അഭിപ്രായം എന്തായിരിക്കും. ഈ ഒരു ചിന്തയുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ മുൻപിൽ നന്നായി പെരുമാറുവാനായിട്ട്, ഒരു സഭയിൽ ചെല്ലുമ്പോൾ സഭ്യതയോടുകൂടെ ചിന്തിക്കുവാനും പറയുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കും. അതല്ല എങ്കിൽ നമ്മൾ അന്നേരത്ത് എന്തെങ്കിലുമൊക്കെ നമ്മൾ കാണിച്ചു കൂട്ടുമായിരിക്കും. പക്ഷേ പിന്നീട് നമ്മൾ കുറേ ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളും വർഷങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കുണ്ടായ അനുഭവങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ പെരുമാറ്റ രീതികളെക്കുറിച്ച് നമ്മൾ പിന്നീട് ചിന്തിക്കും. എന്നിട്ട് നമ്മൾ പറയും, അയ്യോ ഞാൻ അങ്ങനെ അന്ന് പെരുമാറുണ്ടായിരുന്നു, ഞാൻ അങ്ങനെ അയാളോട് അങ്ങനെ പറയണ്ടായിരുന്നു, ആ ഒരു സമൂഹത്തിന് മുൻപിൽ ഞാനങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പിന്നീട് ചിന്തിക്കും. അപ്പം അത് നമ്മളുടെ യുവത്വത്തെക്കുറിച്ചും കൗമാരത്തെക്കുറിച്ചൊക്കെയുള്ള നമ്മളുടെ നല്ല ഓർമ്മകളും അതിനെക്കുറിച്ച് ഉള്ള നമ്മളുടെ അപ്രീസിയേഷനൊക്കെ നഷ്ടപ്പെടുത്തി കളയാനായിട്ട് ഇടയാകും. നമ്മളുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കും, നമ്മളുടെ കോൺഫിഡൻസിനെ അത് പിന്നീട് ബാധിക്കും. തോറ്റുപോകുന്ന അവസ്ഥകൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ചെറിയൊരു പരാജയം ഉണ്ടാകുമ്പോൾ തന്നെ എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നുള്ള തോന്നലൊക്കെ നമുക്ക് ഉണ്ടാകും. അതുകൊണ്ടാണ് ആ ചെറുപ്പകാലത്ത് തന്നെ നല്ല ശീലങ്ങൾ ഉണ്ടാകണം. മറ്റുള്ളവരുടെ അപ്രീസിയേഷൻ ലഭിക്കും വിധം നമ്മൾ പെരുമാറാൻ പഠിക്കണം. അത് സാധിക്കുന്ന ഒരു പോയിൻ്റാണ്, ഒരു ടിപ്പ് നമുക്ക് ദൈവവചനം പറഞ്ഞു തരികയാണ്. എപ്പോഴും നിൻ്റെ മാതാപിതാക്കന്മാരെക്കുറിച്ചുള്ളൊരു ഓർമ്മ നിനക്കുണ്ടായിരിക്കും. അപ്പൻ എന്ത് പറയും, ഞാൻ ഇങ്ങനെ പെരുമാറിയ